റഹ്മാൻ സാറിന്റെ ആദ്യത്തെ മലയാളം സോങ് തന്നെ പാടിയത് പാറു, എം ജി അതിനൊക്കെ സാറാണ്. മുമ്പ് ഒരുപാട് ബന്ധങ്ങളുണ്ടായിരുന്നു. അതായത് അയിത്തം ഉം. എന്ന് പറഞ്ഞ വേണുനാഗവള്ളിച്ചേട്ടൻ്റെ ഒരു ചിത്രം ഉണ്ടായിരുന്നു, അയിത്തം. അതിനു മുമ്പും പല ചിത്രങ്ങൾക്കും കീബോർഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു ദിലീപ് എന്ന ഈ റഹ്മാൻ. അപ്പം ദിലീപ് എന്ന വ്യക്തിയാണ് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അത് AVMRR സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടിയത്. അപ്പം അദ്ദേഹം കയ്യിലൊരു കൊച്ചു പയ്യൻ കയ്യിലിങ്ങനെ ഈ കീബോർഡ് വായിക്കുന്നതിനിടയിൽ ഇങ്ങനൊരു ഇതിങ്ങനൊരു പമ്പ് ചെയ്തുകൊണ്ട് ഒരു സാധനം വെച്ചിട്ട് എക്സസൈസ് 2 കയ്യിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ച് ഇതെന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇത് എക്സസൈസ്, ഹാൻഡ് എക്സസൈസ്, വാശിக்கிறதுக்கு ரொம்ப ഈസിയായിരിക്കും. അപ്പം അന്നേ ഞാൻ നോക്കിയപ്പം ആ ഒരു സംഗീതത്തോടുള്ള ഒരു എന്താണ് ബഹുമാനവും അടുപ്പവും ഡെഡിക്കേഷൻ അദ്ദേഹം അപ്പത്തൊട്ട് കൊച്ചു പയ്യനായിരുന്നെന്ന് അന്ന് തുടങ്ങിയാണ് ഞങ്ങളുടെ ബന്ധം. പിന്നെ ഞാൻ പോകുന്ന വഴിയൊക്കെ ജസ്റ്റ് അവിടെ കയറും. AR റഹ്മാൻ ആയതിനു ശേഷം എനിക്കൊരു എൻട്രി ഉണ്ടായിരുന്നു അവിടെ. ചെന്ന് നോക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ ആരെയും കാണത്തില്ല, രാത്രി ഒരു 9 മണിക്ക് ശേഷമാണ് ആൾക്കാർ വരുന്നത്. പിന്നെ ഒരു 10 മണി 11 മണിയാകുമ്പോൾ ഹൗസ്ഫുൾ ആവും. അപ്പൊ അവിടെ ആരൊക്കെയാണ്? എന്താ ഹരിഹരൻ, മറ്റേ എന്ന് വേണ്ട ഹിന്ദിയിലുള്ള ഒരുവിധപ്പെട്ട പാട്ടുകാർ. മലയാളത്തിൽ നിന്ന് ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെയും കൂടെ വിളിക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ 4 പേരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും. അങ്ങനെ അവിടെ പോയി കഴിഞ്ഞാൽ 12 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ 6 മണി വരെ റെക്കോർഡിങ്. രാത്രി 6 മണിക്ക് അദ്ദേഹം വീണ്ടും റീ റെക്കോർഡിങ്ങിന് പോകും, അവിടെ തന്നെയാണ്. പിന്നെ അദ്ദേഹം കിടന്നുറങ്ങുന്ന 12 മണിക്കാണ്. പിന്നെ രാത്രി 12 മണിക്ക് എണ്ണിച്ച് തുടങ്ങുക. പക്ഷെ നമ്മളപ്പം വർക്ക് ചെയ്യുന്ന സമയമാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ പാടിയിട്ട് പോകുന്ന വഴി ഗിരീഷ് പുത്തഞ്ചേരി പറഞ്ഞു അവിടെ പോവാൻ. അപ്പം ഞാൻ പറഞ്ഞു ഞാനിവിടെ വരാം, ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ഒരു 8 വരിയുണ്ട് കയ്യിൽ. പുഞ്ചിരി തഞ്ചി കുഞ്ചിക്കാൻ പാട്ട്, ജിയ ജല എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഗിരീഷിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, കാരണം അണ്ണാ ഇതെന്തോ ഇത് സിനിമയാണോ ചോദിച്ചു. മലയാളം അല്ലേ, അതുകൊണ്ടാണ് ചോദിച്ചു. സിനിമയാണെന്ന് തോന്നുന്നില്ല, ഇത് എന്തോ അദ്ദേഹത്തിന് എന്തോ ആഡാണ്. ഞാൻ പുഞ്ചിരി തഞ്ചി കൊഞ്ചിക്കോ മുന്തരി എന്തൊക്കെയോ സുന്ദരി ഭാവ എന്തെങ്കിലും സുന്ദരി ആഭരണോ മുഞ്ചരി വർണ്ണ സുന്ദരി ഭാവ ഇടുന്ന ആഭരണത്തിന്റെ വല്ല അദ്ദേഹത്തിന്റെ ഒരുപാട് ആഡ്സ് ഉണ്ട്. അപ്പൊ ഇത് കൊടുത്തപ്പോ എന്നെ കൂടെ കണ്ടപ്പോ എന്റെ അടുത്ത് ചോദിച്ചു എനിക്ക് 12 മണിക്ക് ഫ്രീ ആയിരിക്കുമാന്ന് ചോദിച്ചു. 12 o'clock. ഈ രാത്രി എന്നൊക്കെ നമുക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴത്തേക്ക് കൃത്യം എനിക്ക് തന്നെ ആദ്യത്തെ വിളി കിട്ടി. അപ്പൊ അൽക്കാഗ്നി അവരൊക്കെ ഉണ്ടായിരുന്നു. എന്നെ വിളിച്ചു ഇതുപോലെ. അപ്പോൾ ചോദിക്കാൻ പറ്റുമോ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട നീ വീട്ടിൽ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ, അത് കാരണം ഞാൻ ചോദിച്ചില്ല. അപ്പൊ ഇത് പാടി, ഇത് 2-3 രീതിയിൽ പാടാൻ പറഞ്ഞു, അതങ്ങ് പാടി. ഇത് കഴിഞ്ഞ് പോയി. കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ട് ഈ ദിൽസേ എന്നുള്ള പടം ഇറങ്ങിയപ്പോൾ അതിനകത്ത് ഇത് കൊണ്ട് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ലതാജിയുടെ കൂടെ അതൊരു വലിയ ഭാഗ്യം. കാരണം നമുക്ക് അറിയത്തില്ലല്ലോ എന്താണ് നമ്മൾ അവിടെ പാടുന്ന ഒന്ന് ഏതാണ് പാടുന്നത്. ഇപ്പം എൻ ശ്വാസക്കാറ്റ് അത് പാടാൻ രാത്രി വെളുപ്പിന് 3-4 മണി എഴുതാണ്ടായിരുന്നു. അപ്പൊ പാടാൻ പറഞ്ഞു മുതൽ മുതൽ വന്ന കാതൽ മയക്കം, അങ്ങനെ ഒരു ലൈനുണ്ട്, ഒരു ശ്രുതി ആരെങ്കിലും എൻ ശ്വാസക്കാറ്റ് എൻ ശ്വാസക്കാറ്റ് യാരടി മുതൽ മുതൽ വന്ന കാതൽ മയക്കം മുച്ചുക്കുറകളിൻ യാരടി. അതാണ് സംഭവം. അപ്പൊ ഇദ്ദേഹം കാലിന്റെ താഴെയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് ശ്രീകുട്ടൻ പാട്. അപ്പൊ ഞാൻ മുതൽ മുതൽ വന്ന കാതൽ മയക്കം நீங்க இம்ப்ரவைஸ் பண்ண முதல் முதல் வந்த காதல் மயக்கம் சும்மா வரணும். വീണ്ടും മുതൽ മുതൽ വന്ന കാതൽ മയക്കം മുതൽ മുതൽ വന്ന കാതൽ മയക്കം മുതൽ മുതൽ വന്ന കാതൽ മയക്കം. ഇങ്ങനെ ഞാൻ ചുമ്മാ പാടിക്കൊണ്ടിരുന്നു. അപ്പോൾ വീണ്ടും അപ്പൊ പാടി പാടി കുറെ കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇത് മനസ്സിലായില്ലെണ്ണ. ഗുഡ് ലക്ക് കഴിഞ്ഞു ഗുഡ് ലക്ക് കഴിഞ്ഞു വീട്ടിൽ പോയി. അവസാനം ഇത് ഇറങ്ങിയപ്പോഴത്തേക്ക് അതിനകത്ത് ഏതോ ഒരെണ്ണെടുത്ത് ഫിറ്റ് ചെയ്തിരുന്നു. പറയുന്ന കേൾക്കാൻ നല്ല എടുത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നു സത്യം. ഞാനൊരു 5 കുറെ എണ്ണം പാടി. അല്ല എത്ര പാടിയാലും ഇഷ്ടമാണ് റഹ്മാൻ. വേറൊരു കാര്യം സാർ പടകാളി
പടകാളിയാണ് sir. അതാണ് ഞാൻ അങ്ങനെയൊക്കെ. കേൾക്കണേ. പടകാളി എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഞാൻ പോയിട്ട് സോളോ ആയിട്ടാണ് പാടിയത്. സോളോ എന്ന് പറഞ്ഞാൽ എൻ്റെ പോർഷൻ. പക്ഷെ എൻ്റെ പോർഷൻ മാത്രം അത് പാടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു അടിപൊളി പാട്ട് പാടുമ്പോൾ പടകാളി ചണ്ടിച്ചങ്കരി പോർക്കിലി മർഗിലി ഭഗവതി അടിയനി ഓടിന്നിത്തിരി കനിയണമേ പറമേളം ചണ്ടച്ചെങ്കുല തൃത്തൊരു മദ്ദള മരമണികണികടി പടതാളം തക്കിടകടകഥ ചുവടുകളിൽ ഒരു ചുടിയുടെ വീഴുതേ ഹോയ് അമ്മ ഹോയ് ഹോയ് അടകൊള്ളു ചുടുമകളിൽ ഒതുങ്ങി പതുങ്ങി ചൊതുങ്ങി ചുരുങ്ങി വണങ്ങി കൊടുങ്കും പണ്ടുങ്കൻ. ഇതിപ്പോ കുറെ നാള് പാടിയോണ്ടാ ഇങ്ങനെ. ആദ്യമായിട്ട് പാടും മൂക്കിട്ട് ഇച്ച എണ്ണാന്ന് വരയ്ക്കും. സത്യം. അപ്പൊ അത് പഠിച്ചെടുക്കണ്ടേ? അതാ അത് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്റ്റെപ്പിൽ പാടി ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കുഴവയിൽ അഴിവ് എന്താ കുഴവയിൽ 70 കിഴവികൾ അഴകൊണ്ട് ചെറപറ ഇടിയിടിയോ. അപ്പൊ ഈ വരി ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ദൈവമേ ഇതെന്റെ തലേ വരുവോ എന്ന് ഇങ്ങനെ കുഴവയിൽ 70 കിഴവികൾ അഴകൊണ്ട് ചെറപറ ഇടിയിടിയോ. തൊലി അടിയിലൊരു ഇടി കുഴവി. അതൊക്കെ ആ പോർഷൻ ദൈവാനുഗ്രഹത്തിന് ദാസേട്ടന് കിട്ടി. രക്ഷപ്പെട്ടു. ഞാൻ രക്ഷപ്പെട്ടു. അപ്പം ഏറ്റവും ഒരു കോമഡി എന്താന്ന് വെച്ചാൽ അത് ഞാൻ ഇനി അങ്ങ് പറയാം, കുഴപ്പമില്ല. ഇതുവരെ പറയാത്തൊരു കാര്യമാണ്. ഓക്കേ. അതായത് ഈ പാട്ട് പാടിക്ക് കഴിഞ്ഞ ഉടനെ ദാസേട്ടൻ വന്നു. ദാസേട്ടൻ വന്നിട്ട് ഇത് പാടിയപ്പോഴത്തേക്ക് ഈ പോർഷൻ കുഴവയിൽ 70 കിഴവികൾ അഴകൊട്ട് കുഴവയിൽ 70 കിഴവികൾ അഴകൊട്ട് ചെറപറ വിച്ചു ബിജുവേട്ടനുണ്ട്. പിന്നെ തൊലിയോട് തൊലി അടിയിലൊരു ഇടി കുഴവി മാങ്ങാപ്പഴം എടാ വിച്ചു വീണ്ടും വിളിച്ചു. അപ്പൊ ബിച്ചുവേട്ടൻ അപ്പൊ ഇദ്ദേഹം ഒരുവിധം പഠിച്ച് വരിക. അപ്പൊ പറഞ്ഞു പഠിക്കുകയാണ്. കുഴവിയിൽ 70 കിഴവികളാണ് അഴകൊട് ചെറപറ കുഴവിയിൽ 70 കിഴവികൾ ഇങ്ങനെ പറഞ്ഞു പഠിക്കും. ബിച്ചുവേട്ടൻ പറഞ്ഞു വേണേ ദാസേ അവര് ഒരുമിച്ച് പഠിച്ചു. ദാസേ വേണേ മാറ്റി തരാന്ന് പറഞ്ഞു. നീ ഒരു നാഴിയിൽ വേറൊരു നാഴി ഇറക്കാൻ നോക്കണ്ട. ഇതുവരെ എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. താങ്ക് യു.